അതുകൊണ്ട് എല്ലാവരെയും സ്നേഹിക്കുക, ആരെയും ഉപദ്രവിക്കേണ്ട. അവർ ഉപദ്രവിച്ചോട്ടെ, അവരുടെ ഉപദ്രവം നമുക്ക് തേജസ്സായി മാറും. ഹല്ലേലൂയ. നമ്മൾ അവരെ ഉപദ്രവിക്കേണ്ട. ദൈവമക്കൾ അങ്ങോട്ട് ഉപദ്രവിക്കത്തില്ല, അവിടുന്ന് മറ്റുള്ളവർ ഇങ്ങോട്ട് ഉപദ്രവിക്കുകയുള്ളൂ. അവർ ഉപദ്രവിക്കുകയാണ്. നമ്മൾക്ക് NPK വാങ്ങിക്കാൻ പോകണ്ട. പിന്നെ NPK എന്നാന്നറിയാമോ? നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ്, വളം. നമുക്ക് വളരാനുള്ള വളം അവരിട്ട് തന്നോളൂ ഉപദ്രവത്തിലൂടെ. ഓരോ പ്രാവശ്യം അവർ ഉപദ്രവിക്കുമ്പോൾ കർത്താവ് ഇങ്ങനെയാണ് പറയുന്നത് ഗിരിപ്രഭാഷണത്തിൽ, നീതി നിമിത്തം നിങ്ങൾ ഉപദ്രവിക്കപ്പെടുമ്പോൾ സന്തോഷിച്ച് ആനന്ദിച്ചാർത്തോളുവിൽ, നിങ്ങളുടെ ഫലം വലുതായി മാറും, പ്രതിഫലം വലുതായി മാറും. അതിൻ്റെ അർത്ഥം കൊച്ചു തേങ്ങയായിരുന്നു വലിയ തേങ്ങയായി മാറുന്നു. നിങ്ങൾ നാച്ചുറലി പറഞ്ഞു തരികയാണ്, കൊച്ചു പ്രതിഫലം വലിയ പ്രതിഫലമായി മാറും. ഇതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ക്രിസ്തുവെ പ്രതി കഷ്ടം സഹിപ്പാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു, കാരണം ഗ്ലോറി വലുതായിരിക്കും. അത്യന്തം അനവധിയായ തേജസ്സിന്റെ കനം ഞങ്ങൾ പ്രാപിപ്പാൻ ഇടയാകുന്നു. അപ്പോൾ ദൈവപുത്രന്മാർ ആരോടും ഫൈറ്റ് ചെയ്യാനൊന്നും പോകത്തില്ല, മറ്റുള്ളവർ ഇങ്ങോട്ട് ഫൈറ്റ് ചെയ്യാൻ വരും. ഹല്ലേലൂയ. ഈ കാര്യം സ്വർഗ്ഗസ്ഥ പിതാവിനെ അറിയിച്ച് അവർ ഫൈറ്റ് ചെയ്ത ആ NPK, ആ വളം നമ്മുടെ ചുറ്റുവിട്ട് നമ്മളങ്ങ് വളരും.